ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എടുക്കാൻ പോകണമ്മ. അപ്പോൾ നമ്മൾ എടുക്കാന്ന് പോണത് സർപ്രൈസ് ആയിക്കോട്ടെ, അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കാ. അപ്പോൾ ഇത് നബിദിനല്ല, നബിദിന ആയിട്ടില്ല, നബിദിന ആവണുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു സാധനമായിട്ട് പോവാണ്. നമുക്ക് മൂന്നാൾക്ക് ഇരിക്കായ സ്പേസ് ചെയ്യാം. നിങ്ങള് പുതിയ ആപ്പിളി മുന്നിലാ. നമ്മള് കച്ചവടത്തിനാണ് ഇറങ്ങണല്ലേ, നമ്മളെ നാട്ടിലിട്ടാണ് വിൽക്കണല്ലേ അമ്മ. അത് അമ്മ വെരി വെരി ഫ്രൂട്ടി ഫ്രൂട്ടി ഞങ്ങളോട് വിൽക്കാൻ പോവാണ് ഗൈസ്. അപ്പൊ ഇത് സർപ്രൈസ് ആണ്. അവിടെ എത്തിയ ഏകദേശം മനസ്സിലാവും ആരാ വാങ്ങാ. അപ്പോ സാധനം ഇഷ്ടന്മാരുണ്ട്. ഇപ്പൊ ആരെങ്കിലും ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു കുപ്പി ഞാൻ തരും. ഇപ്പൊ ആരെയും വന്ന് ചോദിച്ചൊക്കെ ഒരു ഫ്രൂട്ടി തരും ചോദിച്ചാ അപ്പൊ തരും. പിന്നെ മറ്റേ ബിസ്ക്കറ്റ് ആയിട്ട് ബാക്കിലും ഉണ്ട്. അത് മുന്നിലൊക്കെ പിന്നെ ഇരിക്കാൻ സ്പേസ് ചെയ്യാത്തോണ്ട് മുന്നിൽ വെച്ചിട്ടില്ല, ബാക്കിലുണ്ട്. ഇവിടെ നമ്മളെ വീടിന്റെ അടുത്ത് തന്നെയാണ് സംഭവം നടക്കണത്. അത് നമ്മളെ വീട്ടിലെ ഒരു അതിഥിക്ക് എന്തൊക്കെ ആയതിനാലാണ് അങ്ങനെ എന്തൊക്കെ ഇതിലാണ് നമ്മൾ നടത്തുന്നത്. അവിടെ എത്തിയിട്ട് ഫുൾ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞുതരാം. അപ്പോ അവിടെ എത്തിയിട്ട് കാണാം. ആ വീഡിയോ മുഴുവൻ കണ്ടോളി. എല്ലാരും ലൈക്ക് ചെയ്യാനും ഷെയർ ഒന്നും മറക്കണ്ട. ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബും ചെയ്യട്ടോ. ഇപ്പൊ എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എവിടെ എത്തിക്കണത് എന്ന്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണത് എന്ന് എനിക്കറിയില്ല. ഇതാ ഇത് കണ്ടിട്ട് എന്താ തോന്നണത് എനിക്കറിയില്ല. ഇപ്പൊ പഠിച്ച സ്കൂളാണ്. ഞാൻ പഠിച്ചിട്ട് നമ്മളൊക്കെ ഹൈ റേഞ്ച് പഠിച്ച ആൾക്കാരാണ്. നമ്മള് എത്തിയിട്ടുണ്ട്. ഇറങ്ങണക്ക് ഇതിന്റെ ഉള്ളിൽ കൂടി ഇറങ്ങാൻ കഴിയണില്ല. അപ്പോൾ നമ്മളെ സാധനം അവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് സ്കൂളാണ് ഗൈസ്. ഇത് എന്തിനാ വന്നതെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ലല്ലോ, അത് പറയാം. വെയിറ്റ് ആൻഡ് സീ. ഇപ്പൊ പഠിച്ച സ്കൂളാണിത്. ഞാൻ 4 മുതൽ 7 വരെ പഠിച്ചിട്ട് കാര്യമൊന്നും ഉണ്ടായിട്ടില്ലേ. അപ്പോ ഇവിടെ ആരും ഇല്ലേ? മാസം ടീച്ചറൊന്നുമില്ല. ഓ പുതിയ ആൾക്കാരാണ്. ഇരിക്കല്ല പരിപാടി. പിന്നെ നിഹാദ് എന്റെ കാക്ക. കുട്ടികളൊക്കെ അവിടെ നിന്ന് കയ്യാട്ടുണ്ട്. എന്നെ കണ്ടിട്ടുണ്ട്. റിതന്റെ ടീച്ചറാണിത്. അപ്പോ നമ്മളെന്തിനാ വന്നിട്ടില്ല പറഞ്ഞിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. പറഞ്ഞാളി. മോള് ഇവിടെ സ്കൂൾ ലീഡറായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എന്തെങ്കിലും കുട്ടികൾക്ക് കൊടുക്കണം എന്നാണ് കണ്ട് കുട്ടി ഇങ്ങനെ തൊഴിലും കെടുത്തിയാൽ കൊണ്ടുവന്നത്. ചെറിയ ഗിഫ്റ്റ് കുട്ടികൾക്ക് ചെറിയൊരു മധുരം കൊടുക്കണം നിർദ്ദേശത്തിലാണ്. അപ്പോൾ HM ഒക്കെ വരുന്നതാണ്. അപ്പോൾ മൂപ്പരെ കാത്തിട്ടാണ്. ഇവർ വന്നാലേ എല്ലാവർക്കും വിതരണം ചെയ്യും. അപ്പം കണ്ടോളൂ. ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയ മാതിരി രണ്ടാളോടെ നിൽക്കണ്ടേ. HM വെയിറ്റ് ചെയ്യണം. HM വീട്ടിൽ പോയിക്കണം. അപ്പോൾ HM ബാങ്ക് പോയിക്കണം. അപ്പോൾ HM വെയിറ്റ് ചെയ്ത് നിൽക്കണം. ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. ഇന്നൊക്കെ എത്രയോ പുറത്താക്കി. നല്ല സുഖാണല്ലോ. മറ്റേ ക്ലാസ്സിലിരിക്കുള്ള സുഖം പുറത്തിക്കണല്ലോ. നിങ്ങളൊക്കെ അവിടെ പുറത്തുനിന്നല്ലേ കൊറേ. ബെഞ്ചമിൻ കയറ്റിരുത്തല്ലേ. അന്നത്തെ കാലത്ത് പഠിച്ചുണ്ടോൾക്ക് പഠിച്ചാത്തവർക്ക് പഠിച്ചണ്ട അങ്ങനത്തെ രീതിയിൽ. ഇപ്പോഴാണ് അങ്ങനെ. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പൊ പഠിപ്പിച്ചു. ഏത് കുട്ടികളെ പഠിപ്പിച്ചു. പഠിക്കാത്ത കുട്ടികളെ പിന്നെ ട്യൂഷനൊക്കെ എടുത്ത്. എന്റെ അഭിപ്രായം അങ്ങനെയല്ല. ഞങ്ങൾ കുട്ടിക്കാലത്ത് പഠിച്ചിട്ട് പഠിച്ചാൽ
എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയണു ഞാൻ ഇപ്പോൾ പഠിച്ച തന്നെ പഠിച്ചവർക്ക് പഠിച്ചവർക്ക് പഠിച്ചണ്ട അങ്ങനെയല്ല വേണ്ടത്. പഠിപ്പിച്ചിട്ടുണ്ട് പഠിച്ചാത്തവരെയും ക്ലാസ് എടുക്കുന്നുണ്ട് പഠിപ്പിച്ചു അവിടുന്ന് ടാറ്റ ഇടുക ഇങ്ങനെ നോക്കിക്കണോ. സ്കൂളിലെ മെയിന് സ്കൂൾ ലീഡർ ആയിട്ടില്ല ഇവള് എത്തിയിട്ടുണ്ട് അവിടെ. ഇപ്പോഴത്തെ ഇവിടുത്തെ സ്കൂൾ ലീഡറാണ് ഇവള്. ഇവിടെ ലീഡറായിട്ട് ഇവിടെ എന്തെങ്കിലും മെച്ചപ്പെടുമെന്നില്ല ഒരു സംശയത്തിലാണ് ഞാൻ നിൽക്കണത്. ഇവരൊന്നും ഇവര് വോട്ട് ചെയ്തിട്ടില്ല എന്നാ പോവേ. 135 ആൾക്കാരെ വോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഓർക്ക് മാത്രം കൊടുത്തു. പിന്നെ എന്നെ പഠിച്ച മാസം കൂടിയാണ് അന്ന് വീട്ടിലേക്ക് ഏറ്റവും പേരുള്ളൊരു മാസം വീട്ടിക്കെല്ലാം തല്ലിട്ടില്ല ഇപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ ഇവള് ലീഡറായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മെച്ചം കിട്ടിക്കണോ? ഒരു ബിസ്ക്കറ്റ് നിന്നാലോ? പിന്നെ മേലിറങ്ങിക്കോട്ടെ കേട്ടോ. പിന്നെ അമ്മ പണിയെടുത്തോടി കുക്കിങ് കണ്ടേ നോക്കിക്കണേ. ഒന്ന് കഴിഞ്ഞിട്ട് എടുക്കലേ. ബാക്കി വരെ ഉണ്ടെങ്കിൽ ചായ അടിച്ചുമ്പോ കൂട്ടാലോ. അന്നെ കൊള്ളിച്ചാലാണ് അജ്ജി പോരുന്ന ഞാൻ തിരിച്ചു പോരുമ്പോ അന്നെ അവിടെ നിർത്തിയിട്ട് അപ്പോ എനിക്ക് സ്കൂളിനെ പറ്റി 2 അഭിപ്രായം പറയാൻ എന്താ പറയാ? നല്ല ടീച്ചേഴ്സാണ്, നല്ല പിന്നെ എത്ര വോട്ടിനാണ് ഇവിടെ ജയിച്ചത്? ആ പണി എടുക്കട്ടെ കണ്ടി മേലൊന്നും അനങ്ങിക്കോട്ടെ. ഒന്ന് മേലെ നീക്കോട്ടെ. നമ്മള് എന്തൊക്കെയാ കൊടുക്കണം? നമ്മളെ ക്ലാസ് ഏതാണ്? ഏറ്റവും മേലല്ലേ ആ ക്ലാസ്സാണ് ഇവിടെ ക്ലാസ് ആയിട്ട് വരുന്നത്. എൻ്റെ ക്ലാസ് ആദ്യം എൻ്റെ ക്ലാസ് പോലെ അപ്പൊ ക്യാമറമാനെ ഞാൻ മാറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും നമ്മൾ ഓരോ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഇനിയിപ്പോൾ വിതരണം ചെയ്തോട്ടെ. അപ്പോൾ ഇത് ബിസ്ക്കറ്റാണ് ഗൈസ്. ഇത് എന്ത് ബിസ്ക്കറ്റ് പറഞ്ഞാൽ അതിൻ്റെ പേര് എനിക്കറിയില്ല. ഇതൊരു ബിസ്ക്കറ്റാണെന്ന് അറിയാം. അപ്പോൾ മുട്ടയുണ്ടോ? ഒരു മുട്ടയുണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി എനിക്ക് വീഡിയോ എടുക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു ഇത് ആയിട്ട് എടുക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. ഇന്നലെ മിഞ്ഞാന്ന് മേടിച്ചു. ഇന്നലെ പോയി മേടിച്ചാണ് ഗൈസ്. കുട്ടികളൊക്കെ നോക്കണു. അപ്പോൾ ഈ ഗുണ്ടമ്മ എങ്ങനെ ലീഡറായി എന്നാണ് നമ്മൾ ആദ്യം. ഇവളൊക്കെ ആര് ലീഡറാക്കി? ഇവളിപ്പോ പരിയിൽ MLA ആണമ്മ. അവള് MLA ആയി കാണാൻ ജയിച്ച പൊലിവാണ് നോക്കി. ഞാനൊക്കെ നിന്ന് ഞാൻ എന്നോ ജയിച്ചിരുന്നു. ഇതാണല്ലോ ആറില്. ഹലോ മാറ്റൊന്നുമില്ല, ഒക്കെ മിക്സ് ചെയ്തിട്ട് അടിച്ചാൽ മതി. നീ അതിനോട് സ്കൂളിൽ പോകണ്ടായിരുന്നാ മതി. എന്നാ വീഡിയോ എടുക്കാറായിരുന്നു.
അപ്പോൾ ഗുണ്ടമ്മ ഒരു ലീഡറായതിനാൽ നമ്മൾ ചെലവ് കൊടുക്കുകയാണ് നമ്മളെ സ്കൂളിനായിട്ട്. നമ്മൾ ഇത് ക്ലാസ്സിലേക്ക് കൊണ്ടുപോകണം. നിങ്ങളിത് എടുത്തോളി, ഇപ്പോൾ ഒപ്പം ഇത് പിടിച്ചോളി. അത് ബക്കറ്റിന് കൊണ്ടോ? ഒന്ന് ഞാൻ എടുക്കണോ? കൈക്ക് ഞാൻ എടുക്കണോ? ഇത് മതിയല്ലേ? അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോകണം ഗൈസ്, ഇത് കൊടുക്കാൻ വേണ്ടി. ഹെൽപ്പർ സപ്ലൈ നബീസ. അപ്പോൾ ശരിക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കഴിക്കാൻ ഒരു ഫോൺ ആയതിനാൽ എവിടേക്കും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇതിൻ്റെ പ്രശ്നമില്ല. നമുക്ക് മേലെ കണ്ട. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോവാണ്. LKG UKG കൊടുത്തിട്ട് പോവില്ല, അങ്ങനെ പോവാ. കുറച്ച് വിട്ട് കഴിഞ്ഞാൽ അവിടെ കൊടുത്തു ആണ് കൊണ്ട് കിട്ടിയത്. അതെ. അയ്യോ നമ്മൾ പോവുകയാണ് സ്കൂളിലേക്ക് പോവുകയാണ്, മുട്ടായി കൊടുക്കാൻ പോവുകയാണ്. ഇതാണ് റിതന്റെ ക്ലാസ്. അപ്പോൾ ഗൈസ് കൊടുക്കലൊക്കെ കഴിഞ്ഞു. ബാക്കിയുള്ള സാധനങ്ങളാണിത്. നമ്മൾ പോവുകയാണ് ഗൈസ്. അപ്പോൾ ട്രെൻഡായി കഴിഞ്ഞിട്ടുണ്ട്. എന്ത്? അപ്പോൾ ഗൈസ് നമ്മൾ സ്കൂളൊക്കെ പോയി വന്നു. മര്യാദക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടുന്ന് ഒക്കെ കൂടി ഒരു കലപിലായി. അപ്പോൾ ഇനിയൊരു പുതിയ വ്ളോഗായിട്ട് തരാം. എല്ലാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഗൈസ് പുതിയ വീഡിയോ തരാം. ബൈ ബൈ ഗൈസ്. നമ്മളെ ട്രെൻഡ് ഫ്രിഡ്ജിൽ ഇപ്പോൾ ഫ്രൂട്ടിൻ്റെ കച്ചവടം തുടങ്ങിയിരിക്കുന്നു ഞാൻ. ഇപ്പോൾ ഒന്നിന് 12 റുപ്യ. ആർക്കെങ്കിലും ആണെങ്കിൽ മേടിക്കുക. ഒന്നിന് 12 ഇത് 2 റുപ്യൻ്റെ ലാഭമാണ്. ഓക്കെ, കുറച്ച് ഫ്രൂട്ടികളുണ്ട്. അപ്പോൾ എല്ലാവരും വേണ്ടവർ പോരിട്ടാ.